ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോവക്ക കൊണ്ടുള്ള ഫ്രൈഡ് റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിതിൽ ഉള്ളിയോ സവാളയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കോവക്ക കൊണ്ട് ഇതിനു മുമ്പ് 1-2 റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കോവക്ക ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. കോവക്ക ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 350 ഗ്രാം കോവക്കയാണ് എടുത്തിട്ടുള്ളത്. കോവക്ക നല്ലതുപോലെ കഴുകിയതിന് ശേഷം നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിതിൽ 1 ടീസ്പൂൺ ഉപ്പ് പുരട്ടി കുറച്ച് സമയം മാറ്റി വെച്ചിട്ടാണ് ഈ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്പെല്ലാം കുറച്ച് കോവക്കയിൽ പിടിച്ച് കിട്ടും. കോവക്ക ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇപ്പോൾ ജീരകവും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളക് കീറിയത്, 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മൂപ്പിക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവക്കയും കൂടി ചേർത്ത് കൊടുക്കാം. കോവക്ക ചേർത്തതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചൊരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കോവക്കയിൽ ഉപ്പ് പുരട്ടി വെച്ചപ്പോഴത്തേക്കും അതിൻ്റെ വെള്ളം തന്നെ വന്നിട്ടുണ്ട്. കോവയ്ക്ക 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവെല്ലാം നിങ്ങൾ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് നമ്മൾ നേരത്തെ പച്ചമുളകും കൂടി ചേർത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പൊടിയെല്ലാം കോവക്ക കഷ്ണങ്ങളിൽ പിടിക്കുന്നവരും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മസാലയെല്ലാം കോവക്കയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി പാൻ മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്യണം. പാൻ മൂടി വെച്ചതിന് ശേഷം സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇടയ്ക്ക് പാനിൻ്റെ മൂടി മാറ്റിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിലൊക്കെ പിടിക്കും. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. സാധാരണ പാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കുക്ക് ചെയ്യേണ്ടി വരും. കോവക്ക ഏകദേശം ഒന്ന് പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കോവക്ക കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു കഷ്ണം കോവക്ക എടുത്തിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ കോവക്ക പാകത്തിനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളമെല്ലാം നല്ല ഡ്രൈ ആയി ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയൊക്കെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. അതിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ കോവക്കയിലേക്ക് കാണുന്ന പോലെ ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ മൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ഈ പാത്രത്തിലാണ് എടുക്കുന്നത്. ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടി ഒരു ബ്രൗൺ കളറായി കിട്ടും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന കോവക്ക ഫ്രൈ നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഇത് നമുക്ക് ചൂടോടുകൂടെ തൈര് സാദം, നല്ല കുത്തരി ചോറും സാമ്പാർ, രസം ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. നിങ്ങളിത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ഹെൽത്തിയുമാണ്. വീണ്ടും ഇതുപോലെ നല്ല സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്